ഒരു ദിവസം അവൻ ഇറച്ചിക്കഷ്ണവുമായി കൂട്ടിലെ കമ്പികളുടെ അടുത്ത് ചെന്നിരുന്നു. അവൻ റിച്ചാർഡ് പാർക്കർ എന്ന് വിളിച്ച് കടുവയെ പേര് ചൊല്ലി വിളിച്ചു. അവന്റെ ചേട്ടൻ പേടിച്ച് ദൂരെ മാറി നിൽക്കുകയായിരുന്നെങ്കിലും ഇവൻ അവിടെ തന്നെ അനങ്ങാതെ നിന്നു. അപ്പോഴാണ് ഒരു കടുവ പതിയെ നടന്നു വന്നത്. അത് റിച്ചാർഡ് പാർക്കർ തന്നെയായിരുന്നു. ചേട്ടൻ പേടിച്ച് ഓടിപ്പോയെങ്കിലും ഈ കുട്ടി ശാന്തനായി നിന്നു. അവൻ ഇറച്ചി ഉയർത്തിക്കാണിച്ച് കടുവയെ പതിയെ അടുത്തേക്ക് വിളിച്ചു. കടുവ പതിയെ അവന്റെ നേർക്ക് നടന്നു തുടങ്ങി. കുട്ടിയുടെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി. അവന്റെ കൈകൾ വിറച്ചെങ്കിലും അവൻ പിന്മാറിയില്ല. കടുവ അടുത്തെത്തി കുട്ടിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടത്. "നീ എന്താ ചെയ്യുന്നത്?" കടുവ ഞെട്ടിത്തിരിഞ്ഞ് ഓടിപ്പോയി. ശബ്ദമുണ്ടാക്കിയത് അവന്റെ അച്ഛനായിരുന്നു, ആ മൃഗശാലയുടെ ഉടമ. അച്ഛൻ അവനെ ദേഷ്യപ്പെട്ട് വഴക്കു പറഞ്ഞു. എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. മൃഗങ്ങൾ മനുഷ്യരെ പോലെയല്ല, അവർക്ക് വികാരങ്ങളില്ല. പക്ഷേ ആ കുട്ടി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അച്ഛൻ അവന് സത്യം കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അച്ഛൻ ഒരു ആടിനെ കൂട്ടിലിട്ട് കെട്ടി. എന്നിട്ട് കടുവയുടെ വാതിൽ തുറന്നു. അടുത്ത നിമിഷം തന്നെ കടുവ ശബ്ദമുണ്ടാക്കാതെ ഇഴഞ്ഞെത്തി ആടിന്റെ മേൽ ചാടി വീണു. ഒറ്റ ചലനത്തിൽ അതിനെ ഉള്ളിലേക്ക് വലിച്ചിഴച്ചു. കുട്ടി സ്തബ്ധനായിപ്പോയി. പക്ഷേ അവന്റെ മുഖത്ത് നേരിയ പ്രതീക്ഷയുടെ തിളക്കം അവശേഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഒരു മൃഗം തന്റെ കൂട്ടുകാരനാകുമെന്ന് അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നതുപോലെ.